ഹരേ കൃഷ്ണ. ഭഗവാൻ ശ്രീരാമൻ ഗംഗാതീരത്തെത്തി ഗുഹനുമായി സംസാരിച്ചു. ഭഗവാന് ഗംഗാനദി മറികടക്കുന്നതിനുള്ള സന്നാഹങ്ങൾ ഗുഹൻ ചെയ്തു കൊടുത്തു. അതിനുശേഷം മന്ത്രിയായ സുമന്ത്രനോട് തിരികെ അയോധ്യയിലേക്ക് പോകുവാൻ ഭഗവാൻ ആവശ്യപ്പെട്ടു. ഭഗവാനെ വിട്ടുപോകുന്ന കാര്യം സുമന്ത്രൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. സുമന്ത്രൻ കരഞ്ഞുകൊണ്ട് തന്നെ ഭഗവാന്റെ അടുത്തു നിന്നും മടക്കി അയക്കരുതെന്ന് യാചിച്ചു. അങ്ങ് എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ രഥത്തോടെ അഗ്നിയിൽ ചാടുമെന്ന് പറഞ്ഞു. ഭഗവാൻ സുമന്ത്രനെ ആശ്വസിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു: ഇക്ഷ്വാകു വംശത്തിൽ എനിക്ക് അങ്ങയെപ്പോലെ ഒരു സുഹൃത്തില്ല. എൻ്റെ പിതാവിന് സഹായത്തിനായി അങ്ങ് അയോധ്യയിലെത്തണം. എന്നിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തുമെന്ന് പറഞ്ഞ് എല്ലാവരെയും സമാധാനിപ്പിക്കണം. എത്രയും പെട്ടെന്ന് ഭരതനെ വരുത്തി എല്ലാ മാതാക്കന്മാരെയും ഒരുപോലെ കാണാൻ ഭരതനോട് പറയുവാൻ ഭഗവാൻ നിർദ്ദേശം നൽകി. ഭഗവാനും ലക്ഷ്മണസ്വാമിയും സീതാദേവിയും വള്ളത്തിൽ കയറി. അവർ മറുകരയിൽ എത്തുന്നതുവരെ സുമന്ത്രൻ നോക്കി നിന്നു. ഒടുവിൽ വനത്തിൽ പ്രവേശിക്കുന്നത് കണ്ടിട്ട് സുമന്ത്രൻ ബോധരഹിതനായി നിലത്ത് വീണു. രാമലക്ഷ്മണന്മാർ ഭരദ്വാജാശ്രമത്തിലെത്തി. ഭരദ്വാജ മുനി അവർക്ക് താമസിക്കുന്നതിന് അനുയോജ്യമായ ചിത്രകൂട മലനിരകളെക്കുറിച്ച് പറഞ്ഞു നൽകി. അടുത്ത ദിവസം തന്നെ അവർ ചിത്രകൂടത്തിലേക്ക് യാത്രയായി. സുമന്ത്രൻ അയോധ്യയിലേക്ക് തിരിച്ചു പോകുവാനായി രഥത്തിൽ കയറി നോക്കുമ്പോൾ കുതിരകൾ മടങ്ങിപ്പോകാൻ തയ്യാറല്ലായിരുന്നു. അവർ രാമൻ പോയ ദിശയിൽ നോക്കി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു തരത്തിൽ കുതിരകളെ സമാധാനിപ്പിച്ച് തിരികെ അയോധ്യയിൽ പ്രവേശിച്ചു. ജനങ്ങൾ സുമന്ത്രനെ കണ്ടയുടൻ രാമ രാമ എന്ന് പറഞ്ഞു വിലപിച്ചു. ദശരഥ മഹാരാജാവിനെ കണ്ട് എല്ലാ കാര്യങ്ങളും അറിയിച്ചു. ഇത് കേട്ടയുടൻ രാജാവ് ബോധരഹിതനായി നിലത്ത് വീണു. ബോധം വീണ്ടെടുത്ത ശേഷം രാമനും ലക്ഷ്മണനും എന്തു പറഞ്ഞു എന്ന് വിശദമായി ചോദിച്ചറിഞ്ഞു. ലക്ഷ്മണൻ ഒരു സർപ്പത്തെ പോലെ ചീറിക്കൊണ്ട് ഒരാൾക്കു മാത്രം നീതി നൽകിക്കൊണ്ടുള്ള പിതാവിൻ്റെ നയത്തിൽ ഒരു ന്യായവും കാണാൻ സാധിക്കുന്നില്ല എന്നും ഇനി തനിക്ക് പിതാവും സ്വാമിയുമെല്ലാം രാമൻ മാത്രമാണെന്നും പറഞ്ഞ വിവരം രാജാവിനെ അറിയിച്ചു. രാമൻ താൻ സുഖമായിരിക്കുന്നു എന്നും തങ്ങൾക്കു വേണ്ടി മാതാപിതാക്കളുടെ പാദത്തിൽ നമസ്കാരങ്ങൾ അർപ്പിക്കണമെന്നും പറഞ്ഞ കാര്യം അറിയിച്ചു. ഇതെല്ലാം കേട്ട് കൗസല്യാദേവി വിഷമിച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞു: അങ്ങ് എല്ലാവർക്കും നീതി നൽകുന്നു, എന്നിട്ട് സ്വന്തം പുത്രനോട് മാത്രം കാരുണ്യം കാണിച്ചില്ല. ഇത് കേട്ട് രാജാവ് കൂടുതൽ ദുഃഖത്തിലാണ്ടുപോയിക്കൊണ്ട് പറഞ്ഞു: ഇതിനെല്ലാം കാരണം ഞാനാണ്. പണ്ട് നായാട്ടിനായി വനത്തിൽ പോയപ്പോൾ ശ്രവണകുമാരനെ മൃഗമാണെന്നു കരുതി അമ്പെയ്തപ്പോൾ അന്ധരായ മാതാപിതാക്കൾ നൽകിയ ശാപത്തെപ്പറ്റി രാജാവ് ഓർത്തു. അടുത്ത പ്രഭാതത്തിൽ എന്നത്തെയും പോലെ രാജാവിനെ ഉണർത്തുന്നതിനായി സേവകർ സ്തുതികൾ പാടിക്കൊണ്ടിരുന്നു. എന്നാൽ രാജാവ് ഉണർന്നില്ല. രാജാവ് മരിച്ചിരിക്കുന്നു. അയോധ്യാവാസികൾ വീണ്ടും ദുഃഖത്തിലാണ്ടു. ഭരതനെ വരുത്തുവാൻ ആളെ അയച്ചു. തിരിച്ചെത്തിയ ഭരതസ്വാമി പിതാവിൻ്റെ മരണവും ജ്യേഷ്ഠന്റെ വനവാസവും അറിഞ്ഞ് സ്തംഭിച്ചു നിന്നു. എല്ലാത്തിനും കാരണം തൻ്റെ മാതാവാണെന്ന് മനസ്സിലാക്കി ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് കൈകേയിയെ ശകാരിക്കുകയും ഈ കുറ്റത്തിന് താൻ ഒരിക്കലും മാപ്പ് നൽകുകയില്ല എന്നും ഈ അധർമ്മത്തെ താൻ ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്നും എത്രയും പെട്ടെന്ന് രാമനെ തിരികെ കൊണ്ടുവരുമെന്ന് പറയുകയും കൗസല്യാദേവിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അടുത്ത പ്രഭാതത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ ശേഷക്രിയ സരയൂ നദിക്കരയിൽ വെച്ച് നടത്തി. 10 ദിവസങ്ങൾ അയോധ്യാവാസികൾ രാജാവിൻ്റെ വിയോഗത്തിൽ വിലപിച്ചുകൊണ്ടിരുന്നു. രാജാവിൻ്റെ ശേഷക്രിയകൾക്ക് ശേഷം മടങ്ങിവന്ന ഭരതശത്രുഘ്നന്മാർ മന്ദരയെ ബന്ദിയാക്കി. എന്നാൽ അവരെ ശിക്ഷിച്ചു എന്നറിഞ്ഞാൽ രാമന് താങ്ങാനാകില്ല. അതുകൊണ്ട് അവരെ വെറുതെ വിട്ടു. 14-ാം ദിവസം കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. ഭരതസ്വാമിയോട് പട്ടാഭിഷേകത്തിനു വേണ്ടി തയ്യാറാകാൻ ആവശ്യപ്പെട്ടപ്പോൾ ഭരതസ്വാമി പറഞ്ഞു: പട്ടാഭിഷേകത്തിനുള്ള എല്ലാ സാമഗ്രികളുമായി വനത്തിലേക്ക് പോകാം. ജ്യേഷ്ഠന്റെ പട്ടാഭിഷേകം നടത്തുകയും പകരമായി ഞാൻ വനവാസം അനുഷ്ഠിക്കുകയും ചെയ്യാം. എല്ലാവർക്കും സന്തോഷമായി. വലിയ സൈനിക സന്നാഹത്തോടുകൂടി ആയിരക്കണക്കിന് അയോധ്യാവാസികൾക്കൊപ്പം ഭരതസ്വാമി വനത്തിലേക്ക് യാത്രയായി. ഗംഗാനദി മറികടക്കാൻ ഗുഹൻ സഹായിച്ചു. ശ്രീരാമസ്വാമി സീതാദേവിയോടും ലക്ഷ്മണസ്വാമിക്കുമൊപ്പം സന്തോഷത്തോടെ ചിത്രകൂടാചലത്തിൽ കഴിയുകയായിരുന്നു. പെട്ടെന്നൊരു ശബ്ദം അടുത്തു വരുന്നു. മൃഗങ്ങൾ ഭയന്നോടുന്നു. കാര്യമന്വേഷിക്കാൻ ലക്ഷ്മണസ്വാമിയോട് പറഞ്ഞു. ഒരു ഉയർന്ന മരത്തിൽ കയറി നോക്കിയപ്പോൾ സൈന്യം നടന്നടുക്കുന്നു. കൊടിയടയാളം ഭരതൻ്റേതാണെന്ന് കണ്ട്
ലക്ഷ്മണസ്വാമി ദേഷ്യത്താൽ പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ അവനെ ബന്ദിയാക്കുന്നതാണ്. എന്നാൽ ഭഗവാൻ ലക്ഷ്മണസ്വാമിയെ ആശ്വസിപ്പിച്ചു. ഭരതൻ നമ്മളെ കാണാൻ വന്നതാകും, നിനക്ക് എന്തിനാണ് ഭരതനോട് ദേഷ്യം? ഭഗവാൻ തന്നോട് ദേഷ്യം തോന്നി തിരിച്ചയച്ചാലോ എന്ന് ഭയന്ന് ലക്ഷ്മണസ്വാമി തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു. അടുത്തെത്താറായപ്പോൾ ഭരതസ്വാമി എല്ലാവരും എത്തുന്നതിനു മുൻപ് തന്നെ രാമനെ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹത്താൽ വളരെ വേഗതയിൽ ഒരു കുതിരപ്പുറത്ത് കയറി യാത്രയായി. പോകുന്ന വഴിയിൽ ഭരതസ്വാമി ചിന്തിച്ചു, ഈ ചിത്രകൂടാചലം എത്ര ഭാഗ്യശാലിയാണ്, ലക്ഷ്മണൻ എത്ര ഭാഗ്യശാലിയാണ്. എപ്പോഴും രാമന്റെ സാന്നിധ്യം ലഭിക്കുന്നല്ലോ. രാമന്റെ പാദത്തിൽ ശിരസ് വെക്കുന്നതാണ് അയോധ്യയിലെ സിംഹാസനത്തിലിരിക്കുന്നതിലും ആനന്ദകരം. രാമലക്ഷ്മണന്മാരെ ദൂരത്തായി കണ്ടപ്പോൾ ജീവൻ തിരിച്ചു കിട്ടി. എന്നാൽ അവർ മരൗരി ധരിച്ച് ജടാധാരിയായി കണ്ടപ്പോൾ ബോധരഹിതനായി. ഒരു തരത്തിൽ ഓടിയെത്തി രാമന്റെ പാദത്തിൽ വീണു. എല്ലാം ഞാൻ കാരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. ഭഗവാൻ ഭരതസ്വാമിയെ ഉയർത്തിയ ശേഷം ആലിംഗനം ചെയ്തു. ഭരതസ്വാമി മരൗരി ധരിച്ചിരിക്കുന്നതിന്റെ കാരണം ഭഗവാൻ ചോദിച്ചു. പിതാവിനും അയോധ്യവാസികൾക്കും സുഖമല്ലേ എന്ന് അന്വേഷിച്ചു. ഭരതസ്വാമി കരഞ്ഞ് മുട്ടുകുത്തിക്കൊണ്ട് പറഞ്ഞു, അങ്ങ് നമ്മളോടും അയോധ്യവാസികളോടും കാരുണ്യം കാണിക്കണം, അയോധ്യയിലേക്ക് തിരിച്ചു വരണം. ഭരതന്റെ സ്നേഹത്തെ ഓർത്ത് സന്തോഷിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, പിതാവ് പറഞ്ഞിരിക്കുന്നത് നീ രാജ്യം ഭരിക്കണമെന്നാണ്. നീ പിതാവുമായി ചേർന്ന് രാജ്യം ഭരിക്കൂ. പിതാവിനെ കാണാത്തതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഭരതസ്വാമി പറഞ്ഞു, അങ്ങയുടെ വിരഹത്തിൽ മനംനൊന്ത് പിതാവ് രാമ രാമ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഈ ലോകം വിട്ടു. ഭഗവാൻ ഇത് കേട്ടപ്പോൾ ഒരു അസ്ത്രം ഹൃദയത്തിൽ തുളച്ചു കയറിയതുപോലെ തോന്നി. അച്ഛാ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട്, ഞാൻ എത്ര ഭാഗ്യഹീനനാണ്, പിതാവിനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ ബോധരഹിതനായി. ഭഗവാൻ യഥാർത്ഥത്തിൽ ഭഗവാനാണെങ്കിലും ലീലയിൽ മഗ്നനായിക്കൊണ്ട് ഭഗവാൻ എല്ലാം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്, അഭിനയിക്കുകയല്ല. വസിഷ്ഠ മഹർഷിയും മറ്റെല്ലാവരും ചേർന്ന് ഭഗവാനെ ആശ്വസിപ്പിച്ചു. പിതാവിന് വേണ്ടിയുള്ള തർപ്പണങ്ങൾ നദീതീരത്ത് പോയി നടത്തി. അതിനുശേഷം ഭരതസ്വാമി ഭഗവാന്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, കൈകേയിക്ക് പിതാവ് നൽകിയ വരം പൂർത്തീകരിക്കപ്പെട്ടു. എനിക്ക് രാജ്യം നൽകി. ആ രാജ്യം ഞാൻ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു. എനിക്ക് രാജ്യം ഭരിക്കാനുള്ള കഴിവില്ല. ഒരു കഴുതയ്ക്ക് എങ്ങനെയാണ് കുതിരയാകാൻ കഴിയുക? മടങ്ങി വരുവാൻ വേണ്ടി എല്ലാവരും ചേർന്ന് രാമനെ നിർബന്ധിച്ചു. എന്നാൽ ഭഗവാൻ പറഞ്ഞു, ആരും സ്വതന്ത്രരല്ല. സ്വന്തം ഇഷ്ടപ്രകാരം ആർക്കും എന്തും ചെയ്യുവാൻ അധികാരമില്ല. ശരീരസ്ഥനായ ആത്മാവ് വിധിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആർക്കും വിധിയെ തടുക്കാൻ കഴിയില്ല. അതിനാൽ നീ പിതാവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കൂ. അതാണ് നമ്മുടെ ധർമ്മം. ഭഗവാൻ 1 മണിക്കൂറോളം നേരം അതീന്ദ്രിയ അറിവുകൾ പകർന്നു നൽകി. എല്ലാ ജീവജാലങ്ങളും നിശബ്ദമായി കേട്ടുനിന്നു. എല്ലാത്തിനുമൊടുവിൽ ഭരതസ്വാമി പറഞ്ഞു, അങ്ങയെപ്പോലെ ശ്രേഷ്ഠനായി ഈ ലോകത്തിൽ മറ്റാരുമില്ല. അങ്ങേക്ക് സുഖവും ദുഃഖവും തമ്മിൽ വ്യത്യാസമില്ല. അങ്ങ് ശരീരത്തെ കാണുന്നില്ല, ആത്മാവിനെ മാത്രമേ കാണുന്നുള്ളൂ. ഒടുവിൽ ഭരതസ്വാമി ഭഗവാന് വേണ്ടി കൊണ്ടുവന്ന പാദുകങ്ങൾ കാൽക്കൽ വെച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ തൃപ്പാദം ഈ പാദുകത്തിൽ വയ്ക്കൂ. അങ്ങയുടെ പാദുകങ്ങളായിരിക്കും ഇനി മുതൽ സിംഹാസനത്തിലിരിക്കുന്നത്. ഞാൻ ഈ പാദുകത്തിന്റെ ദാസനായി രാജ്യം ഭരിക്കുന്നതാണ്. ഉടൻ തന്നെ ഭഗവാൻ തൃപ്പാദങ്ങൾ പാദുകത്തിൽ വെച്ചു. ഭരതസ്വാമി ആ പാദുകങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, 14 വർഷങ്ങൾ കഴിയുമ്പോൾ അങ്ങ് തിരിച്ചു വന്നില്ല എങ്കിൽ ഞാൻ അഗ്നിയിൽ ജീവൻ ത്യജിക്കുന്നതാണ്. എല്ലാവരും ഭഗവാനോട് യാത്ര പറഞ്ഞ് മടങ്ങി. ഒടുവിൽ കൈകേയി ഭഗവാന്റെ പാദത്തിൽ വന്ന് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് മാപ്പപേക്ഷിച്ചു. ഇപ്പോൾ എനിക്കറിയാം, അങ്ങ് സ്വയം ഭഗവാനാണ്. കാരുണ്യപൂർവം എൻ്റെ കുടുംബത്തോടും സ്വത്തിനോടുമുള്ള ആസക്തികളെ നീക്കിത്തരണം. ഭഗവാൻ പറഞ്ഞു, ദേവി വിഷമിക്കരുത്. ഞാൻ വന്നിരിക്കുന്നത് പല ലക്ഷ്യങ്ങളും നിറവേറ്റാൻ വേണ്ടിയാണ്. ആർക്കും ഞാൻ ആരാണെന്ന സത്യം മനസ്സിലാക്കാൻ കഴിയുകയില്ല. എനിക്ക് ആരോടും ആസക്തിയുമില്ല, ശത്രുതയുമില്ല. പിന്നെ ഞാൻ എല്ലാവർക്കും നൽകുന്ന സ്നേഹം, അത് എല്ലാവരും എനിക്ക് നൽകുന്ന സ്നേഹം അതുപോലെ തിരിച്ചു നൽകുന്നു എന്ന് മാത്രം. ഇത് കേട്ട് കൈകേയി സമാധാനമായി തിരികെ പോയി. ഭരതസ്വാമി അയോധ്യയിൽ തിരികെ എത്തി. സിംഹാസനത്തിൽ ഭഗവാന്റെ പാദുകങ്ങൾ വെച്ച് രാജാഭിഷേകം ചെയ്തു. ഈ പാദുകങ്ങൾ രാമൻ അണിയുമ്പോൾ മാത്രമേ കൊട്ടാരത്തിൽ താമസിക്കൂ എന്ന് പ്രതിജ്ഞ ചെയ്തു.
അയോധ്യയ്ക്ക് വെളിയിൽ പർണശാല നിർമ്മിച്ച് ജടാവൽക്കലങ്ങൾ ധരിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു. ഓരോ ദിവസവും ഒരു ഭടൻ എങ്ങനെയാണോ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ രാജാവിനോട് പറയുന്നത്, അതുപോലെ പാതുകത്തിനു മുൻപിലെത്തി എല്ലാ കാര്യങ്ങളും ഉണർത്തിച്ചുകൊണ്ടിരുന്നു. ഭരതസ്വാമിയുടെ ശ്രീരാമനോടുള്ള സ്നേഹം നിസ്വാർത്ഥവും ആഴത്തിലുള്ളതും സത്യത്തിലും ധർമ്മത്തിലും ഉറച്ചു നിൽക്കുന്നതുമാണ്. അധികാരത്തിനും സ്വത്തിനും വേണ്ടി സഹോദരങ്ങൾ തമ്മിൽ അടികൂടുന്ന ഈ കാലഘട്ടത്തിൽ ഭരതസ്വാമിയുടെ രാമഭക്തി നമുക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയാണ്. ഹരേ കൃഷ്ണ.